ഡ്രൈവിങ് ആദ്യമായിട്ട് പഠിച്ചത് മാരുതി എസ്റ്റീമിലായിരുന്നു. ആദ്യമായിട്ട് എടുത്ത വണ്ടി സ്വന്തമായിട്ട് BMW X1 ആയിരുന്നു. ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വേണം എന്ന് 5 സീരീസിലേക്ക് മാറി. BMW X1 നിന്ന് 5 സീരീസിലേക്ക് മാറാനുള്ള ഒരു കാരണം ഡ്രൈവിംഗ് പ്ലഷറിൻ്റെ കൂടെ കംഫർട്ടും കൂടി വേണമെന്നുള്ളൊരു ഇതുകൊണ്ടാണ്. അതായത് X1 ആയിട്ട് കുറച്ചും കൂടി കംഫർട്ടബിളാണ് കാറ് 5 സീരീസ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രൈവിംഗ് റോഡെന്ന് പറയുന്നത് കുശാൽ നഗർന്ന് മൈസൂരേക്ക് പോകുന്ന ആ ഒരു റോഡാണ്. ബാംഗ്ലൂരേക്ക് പോകുമ്പം ഫ്രീക്വൻ്റായിട്ട് പോകുന്നൊരു റോഡാണ്. അപ്പം അതിൽ ഡ്രൈവിംഗ് ആസ്വദിക്കാൻ പറ്റിയൊരു ഫ്രീ വേ, സ്ട്രെച്ച് വേ ആണ്. നല്ല ഫ്രീ ആയിട്ട് റോഡുണ്ടാവും. അപ്പം കാറ് നല്ല ഇതിൽ മാക്സിമം സ്പീഡിൽ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ താമരശ്ശേരി ചുരം ഒരു നല്ലൊരു ഡ്രൈവിംഗ് പ്ലഷറുള്ള ഈ വണ്ടി, പ്രത്യേകിച്ച് ഈ വണ്ടി ഹാൻഡ്ലിങ്ങിന് ഒരു എന്താ പറയുക, മറ്റുള്ള ജർമ്മൻ കാർസായ ഓഡിയും ബെൻസും കമ്പയർ ചെയ്യുമ്പോൾ BMW ഒരു ഡ്രൈവേഴ്സ് കാറാണ്. ഹാൻഡ്ലിങ് ശരിയായി അറിയണമെങ്കിൽ ഈ താമരശ്ശേരി ചുരം ഇറങ്ങുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിയും ട്രാക്ഷൻസും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഈ വണ്ടി ഞാനിപ്പം ഡെയിലി യൂസായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓഫീസിൽ പോകുന്നതാണെങ്കിലും അതല്ല ബിസിനസ് ട്രിപ്പ് പോകുന്നതാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും എറണാകുളം ആണെങ്കിലും എത്ര മണിക്കൂർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു എന്താ പറയുക ടയർഡ്നെസ് ഫീൽ ആവില്ല. സെൽഫ് ഡ്രൈവ് ചെയ്തിട്ട് തന്നെ പോക്ക് മാക്സിമം സെൽഫ് ഡ്രൈവിങ്ങിൽ തന്നെ ഒരു എത്ര മണിക്കൂർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ടയർഡ്നെസ് ഉണ്ടാവില്ല. നല്ല കംഫർട്ടബിളായിട്ടുള്ള റൈഡാണ്. നെഗറ്റീവായിട്ടൊരു കാര്യങ്ങളും ഇന്നേ വരെ ഈ 5 സീരീസായിട്ട് ഉണ്ടായിട്ടില്ല. കോർണറിങ്ങും സ്റ്റെബിലിറ്റിയും എൻ്റെ ഒരു ഫേവറേറ്റ് ആസ്പെക്റ്റാണ് ഈ 5 സീരീസ് സെഡാനിൻ്റെ.
ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെഡാനാണ് 5 സീരീസ് കമ്പയറിങ് അതർ ജർമ്മൻ ബ്രാൻഡ്സ്. ഫാമിലിക്ക് ബാക്ക് സീറ്റും കംഫർട്ടബിളാണ്, ഫ്രണ്ട് സീറ്റും അതേപോലെ ഒരുപോലെ കംഫർട്ടബിളാണ്. ലോങ് ജേർണീസ്, വീക്കെൻഡ് ട്രിപ്സ് പോയാലും ടൂർ പോയാലും ഭയങ്കര കംഫർട്ടബിളാണെന്ന് അവരെല്ലാവരുടെയും അഭിപ്രായം. BMW ഇനി നെക്സ്റ്റ് കാറാണെങ്കിലും BMW തന്നെയാണ് കമ്പനി പ്രിഫർ ചെയ്യുന്നത് ഞാൻ. അതിന് മെയിൻ കാരണം ഡ്രൈവർ ഫോക്കസ്ഡ് കാറാണ്. ഈവൺ SUV ആയാലും കോമ്പാക്ട് SUV ആയാലും സെഡാൻ ആയാലും ഡ്രൈവർ ഫോക്കസ്ഡ് ആണ്. അപ്പം നെക്സ്റ്റ് കാറ് എൻ്റെ ഒരു പ്ലാനിങ്ങിലുള്ളത് BMW X5 ആണ് ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡ്രീം വെഹിക്കിൾ എന്ന് പറയുന്നത് BMW ഗ്രൂപ്പിൻ്റെ തന്നെ അണ്ടറിൽ വരുന്ന റോൾസ് റോയ്സ് റെയ്ത്താണ്. അതും ഇൻഷാ അല്ലാഹ്